ഹായ് കൂട്ടുകാരെ, ഇന്ന് പതിലും വ്യത്യാസമായിട്ട് Q&A വീഡിയോ ആണ്. അപ്പം ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ വാട്സപ്പിലിട്ടപ്പം കുറേ പേര് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതിൻ്റെയൊക്കെ മറുപടി പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ കണ്ണാടി വേണം, എന്നാലേ കാണത്തുള്ളൂ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ ആൻഡ് വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയത് അതിനോടുള്ള പാഷൻ കൊണ്ടാണ് അതോ അതിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതുന്ന സാമ്പത്തിക നേട്ടം കൊണ്ടാണ്? ഇതിൽ പൈസ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും പാഷൻ കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് വ്ളോഗിങ്ങിലേക്ക് തിരിഞ്ഞത്? ഇത് തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഡെയിലി വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് കണ്ടൻറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പം കുക്കിംഗ് വീഡിയോസ് ഇടും, അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ ഇടും, എന്തെങ്കിലും ഒന്ന് കാണുന്നത് അങ്ങനെ അങ്ങ് ഇടുകയാണ് പതിവ്. അപ്പം അങ്ങനത്തെയൊക്കെയാണ് മാറ്റങ്ങൾ. ദിവസവും ഇനിയും ഇന്ന് എന്തിടും എന്നുള്ള രീതിയിലാണ് വീഡിയോസ് കണ്ടൻറ്റ് നോക്കി വീഡിയോസ് ഇടുന്നത്. അതാണ് അതിൽ കിട്ടിയ മാറ്റം. പിന്നെ ചേച്ചിയുടെ കുക്കിംഗ്, പെയിൻറ്റിങ്, വീട് ക്ലീനിങ്, ചെടികൾ, ഈ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇത്രയും ഭംഗിയായി സൂക്ഷിച്ച് അതിനുള്ള തോന്നൽ ചേച്ചിക്ക് സ്വയം ഉണ്ടാവുന്നതാണോ അതോ മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അടുത്ത ചോദ്യം. ഈ ചോദ്യം ചോദിച്ച ആൾക്ക് പറയേണ്ടത്, എനിക്ക് സ്വയം തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം. ചുമ്മാ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണോടിക്കും. അപ്പം ഇച്ചിരി ചലന്തി വിലയുണ്ടോ, അല്ലെങ്കിൽ അവിടെ വെള്ളയിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടോ, അങ്ങനെ നോക്കിയാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം അച്ചു പറയും, അമ്മ ഒന്ന് അടങ്ങിയിരിക്കുന്നു പറയും. കാണുമ്പോൾ ഒരു നേരം പോലും ഉണ്ടായിരിക്കത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങണം. കിടന്നാൽ മതി കേട്ടോ. പകൽ ഉറങ്ങിയാൽ ഞാൻ ഓർക്കും രാത്രി ഉറങ്ങത്തില്ല, എന്നാലും ഉറങ്ങും. അപ്പം അല്ലാത്ത സമയമെല്ലാം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. തയ്യൽ, പെയിൻറ്റിങ്, പിന്നെന്താ, ഇതൊക്കെ ചെയ്യും ഞാൻ. ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം കൂടുതലും തയ്യലിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ലിസിൻ്റെ അടുത്ത ചോദ്യമാണ്. ലിസിൻ്റെ കുടുംബം തിരുവനന്തപുരത്ത് പണ്ട് മുതലേ ഉള്ളവരാണോ അതോ വന്ന് വീട് വെച്ച് താമസിച്ചവരാണോ? ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ പാരൻസ് അവിടെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. നേരത്തെ ആദ്യത്തേക്ക് വീഡിയോ എടുത്ത് നോക്കണേ, എൻ്റെ ഫാദറിൻ്റെ വീടൊക്കെ കാണാം. ഞാൻ ജനിച്ച് വളർന്ന വീട്. ശരിക്കും ഫാദറിൻ്റെ വീട്, അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പച്ചൻ്റെ നാടെന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് അപ്പച്ചൻ്റെ ഫാദർ കൊല്ലത്ത് വന്നു. കൊല്ലത്തുനിന്ന് അപ്പച്ചൻ സെക്രട്ടേറിയറ്റിൽ ജോലിയായിട്ട് ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ. പിന്നെ കുക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫേസ് കാണിക്കുന്നു. അതെന്താ കാര്യം എന്ന് പറയുമ്പോൾ, ഫേസ് കാണിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ നിൽക്കണം. ഓരോരുത്തർ പറയത്തില്ലേ, ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് ഇട്ട്, അല്ലെങ്കിൽ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഇതെന്തോ ഒരു ഉടുപ്പേ ഉള്ളൂ എന്നൊക്കെ കമൻറ്റ് വരുന്നത്. അപ്പം ആ ഒരു കമൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് കേട്ടോ. എന്നെ തന്നെ കാണിക്കത്തില്ല ഞാൻ, കുക്കിംഗ് മാത്രമേ കാണിക്കത്തുള്ളൂ മിക്കവാറും. പിന്നെ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ പുള്ളി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത്. മറ്റത് കമ്പനിയിൽ ജോലി കൂടുതൽ, ഒറ്റയ്ക്കുള്ള താമസം, ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഞങ്ങൾക്ക് ഒന്നിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഹാപ്പി. പിന്നെ മദ്രാസ് ആൻഡ് ട്രിവാൻഡ്രം ലൈഫ് വ്യത്യാസം. മദ്രാസിലെന്ന് പറയുമ്പോഴത്തേക്ക് അത് അടുത്ത ക്വസ്റ്റ്യനാണ്. മദ്രാസ് ആൻഡ് ട്രിവാൻഡ്രം ലൈഫിൻ്റെ വ്യത്യാസം എന്തോന്നു. അപ്പം മദ്രാസിലെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾക്ക് സ്വന്തക്കാരും ഇല്ലല്ലോ, നമ്മളെ അറിയുന്നവരില്ല. ഞാനിങ്ങനെ ഇളയ കുഞ്ഞായിട്ട് വളർന്നുകൊണ്ട് ഇച്ചിരി കൊഞ്ചി വളർന്നതാണ്.
അപ്പം അവിടെ ആരാ നമ്മളെ കൊഞ്ചിക്കാനുള്ളത്? അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട്. അപ്പം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കുമ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ജീവിക്കാനായിട്ട്. ട്രിവാൻഡ്രം ലൈഫ് തന്നെയാണ് എനിക്കിഷ്ടം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കൊച്ചിലെ മുതലേ അറിയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ നമ്മുടെ നാടെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രം ലൈഫാണ് എനിക്കിഷ്ടം. പിന്നെ ഇഫ് യു ഹാവ് 2 വിഷസ് വാട്ട് വുഡ് യു വിഷ് ഫോർ? അങ്ങനെ 2 വിഷൊക്കെ ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം നല്ല രീതിയിലാവണേ, അവരുടെ ജീവിതം നല്ല രീതിയിലാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ബാക്കി അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹിച്ചാലും അധികം ദൈവം തന്നു കഴിഞ്ഞു. അപ്പം പിന്നെ അങ്ങനത്തെ ആഗ്രഹമില്ല. പിന്നെ ലോകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഓരോ നമ്മൾ ജീവിച്ച പോലത്തെ ലോകമല്ലല്ലോ ഇപ്പോഴത്തെ ലോകം. പെൺകുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. അവർ വളരുന്ന സിറ്റുവേഷൻ, ഇപ്പം അമ്മ മരിച്ച കുഞ്ഞിനെ കാണുമ്പോൾ വിഷമം വരാറുണ്ട്. അവരൊക്കെ എങ്ങനെ ഇനിയും നല്ല രീതിയിൽ വളരും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതെൻ്റെ ഒരു വലിയ, പിന്നെ ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളിലും എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറി നല്ലൊരു ലോകം വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ ഇക്കാലത്ത് പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു. അടുത്ത ചോദ്യമാണ്. അത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നുവെന്നും ഉദാഹരണം സഹിതം പ്രിയ സുഹൃത്തിന് തൻ്റെ അനുഭവത്തിൽ നിന്നും എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 29 വർഷം മുമ്പായിരുന്നു എൻ്റെ കല്യാണം. ആ സമയത്ത് ആദ്യം എനിക്ക് പ്രൂഫ് റീഡിംഗ് ആയിരുന്നു ജോലി. അതും MA കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പ്രൂഫ് റീഡിംഗ് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ PPDയിൽ വന്നു. PPDയിൽ ജോലിയിലിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണാലോചന വന്നതും കല്യാണം കഴിഞ്ഞതും. അതിനും വേണ്ടി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ചെന്നൈക്ക് പോയതും. അപ്പം ഒരു ഗവൺമെൻറ് ജോബൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ജോലി കളയത്തില്ല അല്ലേ? അപ്പം പെൺകുട്ടികൾക്ക് ജോലി എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. പിന്നെ പ്രസവ സമയം, അത് പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ലീവൊന്നും കിട്ടത്തില്ലല്ലോ. മറ്റേ ഗവൺമെൻറ്റിലാകുമ്പോൾ പിന്നെയും പോയി ജോയിൻ ചെയ്യാം. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് അവർ പറയുന്നത് ചിലപ്പം ശരിയായിരിക്കും. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു വീട്ടിലോട്ട് ചെല്ലുമ്പം അവിടുത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ക്ഷമ എന്ന് പറയുന്നതൊക്കെ ഇപ്പം അവർക്കൊന്നും അധികം ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊക്കെ ക്ഷമിച്ചും അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ പോവും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും ക്ഷമിക്കത്തില്ല. പിന്നെ കാലത്ത് പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം സഹായിച്ച് എൻ്റെ 2 കുഞ്ഞുങ്ങളും അങ്ങനെ പറയുന്നില്ല കേട്ടോ. മൂത്തോളും അങ്ങനെ പറയാറില്ല, കൊച്ചുമോളും അങ്ങനെ പറയാറില്ല. അതിൽ ഹാപ്പി. Why you didn't enter the teaching profession despite having a postgraduate degree or enter government jobs despite having political influence? പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞെന്ന് പറഞ്ഞാലും അന്നത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. ഇപ്പോഴും എനിക്ക് ചില വാക്കുകളൊക്കെ ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം തന്നെ അത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ അത് ശരിയാക്കിയൊക്കെയാണ്. അല്ലാതെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഞാൻ മറ്റേത് നീട്ടി ഒക്കെയാണ് സംസാരിക്കുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു, ഇങ്ങനെ മറിച്ച് വെച്ച് അധികം സംസാരിക്കാതെയൊക്കെ ആയിരുന്നു. അത്ര കോംപ്ലക്സ് ആയിരുന്നു. അങ്ങനെയുള്ള ഞാനെങ്ങനെയാണ് ടീച്ചിങ് പ്രൊഫഷൻ എടുക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, B.Edൻ്റെ ആപ്ലിക്കേഷൻ ഫോം അപ്പച്ചൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നപ്പം അന്ന് എൻ്റെ മൂത്ത ചേച്ചി വീട്ടിൽ വന്നായിരുന്നേ. എന്നിട്ട് ഞാൻ അത് പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നൈസായിട്ട് അവിടെ വെച്ചിട്ട്, അപ്പം അത് ഇതൊന്നും ചേച്ചിക്ക് അറിയത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെ അങ്ങ് ചേച്ചിയുടെ വീട്ടിൽ, ചേച്ചി താമസിച്ചിരുന്നു, ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയല്ലോ, അവിടെ പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കും അതിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ വരെ ഞാൻ ട്രിക്ക് കാണിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള ഞാനെങ്ങനെയാണ്, എനിക്ക് ടീച്ചിങ് അത്രയും. പിന്നെ ഞാൻ സൺഡേ സ്കൂളിൽ അങ്ങ് ചെന്നൈ പോയിട്ട് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ. പിന്നെ ഗവൺമെൻറ് ജോബിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് കയറുക എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അങ്ങനത്തെ ടൈപ്പേ ആയിരുന്നില്ല. അപ്പച്ചൻ ആരിൽ നിന്നും കൈക്കൂലിയും വാങ്ങിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അത് അപ്പച്ചന് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോബ് അപ്പച്ചനുണ്ടല്ലോ. അപ്പച്ചൻ സെക്രട്ടറിയിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ആയത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം പിന്നെ 4 മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ഇരുന്നു, ലാസ്റ്റൊക്കെ വന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ഇരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇളയതായിരുന്നല്ലോ. അപ്പം അപ്പച്ചൻ്റെ ആ റിട്ടയർമെൻറ്റ് സമയത്തൊക്കെയാണ് എൻ്റെ നല്ല കാലമൊക്കെ. വീട്ടിലെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ ഒരു വിചാരം ചെല്ലുന്നിടത്തും അതുപോലെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ജീവിതം തുടങ്ങുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ഒരു 5 വർഷമേ ആയുള്ളൂ. അപ്പോൾ അത് ഒന്നീന്നേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പം പക്ഷേ റിട്ടയർ ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. ആ സമയമൊക്കെ ആയപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ അതാണ് വ്യത്യാസം. വീട്ടിലെ ഇത് മാറുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. പിന്നെ ഈ യൂട്യൂബ് അതുകൊണ്ടാണ് ഞാൻ ജോലിയൊന്നും ശ്രമിക്കാത്തത് കേട്ടോ. അന്ന് വിചാരിച്ചു ചെല്ലുന്നിടവും അങ്ങ് പൈസയിൽ അങ്ങ് ഇരിക്കും എന്ന് വിചാരിച്ചു. അത് നടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ അച്ചു 1ാം ക്ലാസ്സിലായപ്പം ഞാൻ പഠിക്കാൻ പോയി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു. 4 months കോഴ്സ് 3rd month എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. അങ്ങനെ ജോലിയായിരുന്നു. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങാൻ പ്രേരിതമായത് എന്ത് കാരണം കൊണ്ടാണെന്ന് വേറൊരു ചോദ്യം. പ്രേരിതമായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫേസ്ബുക്ക് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇന്നത്തെ ഭക്ഷണം എന്തോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പം എൻ്റെ വിചാരം എന്തോന്നറിയോ, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ ചമ്മന്തി ആയിരിക്കും എല്ലാ വീട്ടിലും നിന്നാണ്. അപ്പോൾ ഉണ്ട് അതിലൊരു കമൻറ്റ്, ചമ്മന്തിയിൽ മഞ്ഞൾ അരയ്ക്കും. അതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ, ഭയങ്കര അതിശയമായിരുന്നു. അപ്പം എനിക്ക് അപ്പോഴാണ് തലയിൽ ഇത് വന്നത്. അപ്പം ഓരോ വീട്ടിലും വ്യത്യാസം എന്ന് നമ്മൾ പറയത്തില്ലേ, ചിലവരുടെ ടേസ്റ്റ് ഇല്ല, ചിലവരുടെ ടേസ്റ്റ് ഉണ്ട്. ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിയാണ്, അവരവരുടെ വീട്ടിലെ രീതിയിൽ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീട്ടിലെ അല്ല അപ്പുറത്തെ വീട്ടിലെ എന്നുള്ളൊരു തോന്നൽ അപ്പോഴാണ് വന്നത്. അതുകൊണ്ടാണ് ശരിക്കും യൂട്യൂബ് തുടങ്ങുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഈ ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ടാക്കിയ ഡിഷും പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് ചെയ്യുന്ന കാണിക്കണമെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് എടുത്തു. അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അച്ചുവായിരുന്നു ക്യാമറമാൻ. അപ്പം അങ്ങനെ അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ഒരു 8 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം അച്ചു ചോദിച്ചു, അമ്മ യൂട്യൂബിൽ എന്താ ഇട്ടാൽ ഇത് ഇടാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇടാമെന്ന്. അപ്പം പൈസ കിട്ടുന്ന പണിയൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇട്ടതാണ്. അങ്ങനെയാണ് ഇടാൻ തുടങ്ങിയത്. പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ടെന്ന്. സന്തോഷം കേട്ടോ, വളരെ നല്ല ദൈവം കനിഞ്ഞ് തന്ന ഒരു വീടാണ്. നല്ല എല്ലാം കൊണ്ട് നല്ലൊരു വീടാണ്. കുട്ടികളിപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് 2 പെൺമക്കളാണെന്ന് അറിയാമല്ലോ. മൂത്ത മോള് റിയ, ഇളയവള് മറിയയാണ് അച്ചുവാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. റിയയുടെ പേര് ചച്ചു, പക്ഷെ അവൾക്ക് ചച്ചു എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവളെ ഞങ്ങൾ റിയ മോളെന്ന് വിളിക്കുന്നത്. അവളിപ്പോൾ UK-ലാണ്. അവൾ MSc ക്ലിനിക്കൽ എംബ്രിയോളജി കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുന്നു.
കല്യാണം ആവാറായോ, അത് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും, തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ. പിന്നെ അച്ചായൻ ഇപ്പോൾ എന്താ പരിപാടി? അച്ചായൻ റിട്ടയർമെൻറ്റ് ലൈഫ് സന്തോഷമായിട്ട് കൊണ്ടുപോകുന്നു, ഹാപ്പി. പിന്നെ റിട്ടയർമെൻറ്റിന് മുന്നും പിന്നും സാലറി വൈസ് എന്ന് പറയുമ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പം മുന്നേ എന്ന് പറയുമ്പം ഈ ഫിക്സഡ് സാലറി അല്ലേ കിട്ടുന്നത്. പക്ഷെ അന്ന് സാലറി ഉണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പം. കട ഇപ്പം സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പ്രൊവിഷൻ സ്റ്റോറാണ്, അതുകൊണ്ട് സാധനങ്ങൾക്കൊന്നും ദയം സഹായിച്ച് വീട്ടിൽ കുറവില്ല, കടയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ മോള് UK പോകുന്നതിന് മുന്നേയും പിന്നെയുമുള്ള മാറ്റങ്ങൾ. മോള് UK പോകുമ്പം അവളൊരു 5 വർഷത്തോളം ഹോസ്റ്റലിലായിരുന്നു. അവള് 12th ആയപ്പം ഞാൻ അച്ഛനെയും കൊണ്ട് ട്രിവാൻഡ്രത്ത് വന്നു. എന്നിട്ട് അപ്പച്ചൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു. ആ സമയത്ത് അച്ഛൻ കമ്പനിയുടെ അടുത്തും മോള് മൂത്തവള് ഹോസ്റ്റലിലുമായിരുന്നു. ഞാൻ 5 വർഷത്തോളം അവൾ ഹോസ്റ്റലിൽ നിന്നിട്ട് അപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ അവൾ വീട്ടിൽ വന്നു. അപ്പം ഞാൻ അപ്പച്ചൻ്റെ കൂടെയായി താമസം ആ സമയം. പിന്നെ അവൾ കോവിഡൊക്കെ സമയം എങ്ങനെയായിരിക്കും നമ്മൾ ജീവിച്ചതെന്ന് അറിയാമല്ലോ. ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് അവൾ ഒത്തിരി ബോറടിച്ചു. അങ്ങനെയൊക്കെയാണ് പിന്നെ അവൾ UK പോയത്. അതുകൊണ്ട് മുന്നേയും പിന്നെയും തോന്നുന്നില്ല, അവൾ ഹോസ്റ്റലിലായിരുന്നല്ലോ. ഷോപ്പ് തുടങ്ങിയതിൽ പിന്നെയുള്ള തിരക്ക്, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വീട് ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3ാമത്തെ വീട്, അത് ഷോപ്പാണ്, 3ാമത്തെ ബിൽഡിംഗ് ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുണ്ടെന്നുള്ളൊരു ഫീല് ഉണ്ട്, അതല്ലേ വലിയൊരു കാര്യം. പിന്നെ ലൈഫ് പബ്ലിക് ആയതിൽ പിന്നെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? ലൈഫ് അങ്ങനെ പബ്ലിക്കായോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ചില വ്ളോഗേഴ്സല്ലേ എല്ലാം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. ഒന്നുകിൽ ഇത് കുക്കിംഗ് ആയിരിക്കും, ചെടികളായിരിക്കും, ചെറിയ കാര്യങ്ങളല്ലേ ഞാൻ അതിൽ കൂടെ പറയുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്ളോഗ് തുടങ്ങും ഉടനെ. അപ്പോഴേ എന്താ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പം അങ്ങനെ പുറത്തു പോയാലൊന്നും ഞങ്ങളെയൊന്നും ആരും അറിയുന്നൊന്നുമില്ല. എനിക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ അങ്ങനെ അതിലൊരു സന്തോഷമോ അങ്ങനെ ഒന്നുമില്ല. സാധാരണ പോലെ പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും എനിക്കത് പറ്റുമെന്നും ആദ്യമായി തോന്നിയ ആ നിമിഷത്തെ പറ്റി പറയും. ഈ ചമ്മന്തിയുടെ കഥ തന്നെയാണ് ശരിക്കും കേട്ടോ. അങ്ങനെ ഗ്രാജുവലി ഇതിലോട്ട് വന്നതാണ്, അല്ലാതെ മുൻകൂട്ടി ഇതെനിക്ക് പറ്റും അങ്ങനെയൊന്നുമല്ല. പതുക്കെ ഇങ്ങനെ എന്നിലേക്ക് വന്നതാണ്. ഇത് കട്ട് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇതിലാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ക്യാമറയുടെ സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാവുന്നത്. പിന്നെ ലിറ്റ്സിയുടെ ചാനൽ എങ്ങനെയാണ് വളരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 വർഷമായ ചാനൽ ഇപ്പോഴും 2000 ചില്ലുവാനും സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് ഒരുപാട് വളർച്ചയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം കടയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കട അടച്ചിട്ടിട്ട് ഇങ്ങനെ യാത്രയൊന്നും ഞങ്ങൾ അതൊക്കെ മുന്നേ പ്ലാൻ ചെയ്തതെന്ന് അറിയുമോ? റിട്ടയർ ആവണം, നമുക്ക് യാത്ര പോകണം, കാരണം ഓരോ കൺട്രീസൊക്കെ പോയി കണ്ടിട്ട് വരണം, ഇങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. കടയായപ്പോൾ കട അടച്ചിടാൻ പറ്റത്തില്ലല്ലോ, ഉടനെ എല്ലാവരും വിളിക്കും, എപ്പോൾ തുറക്കും ചോദിച്ചിട്ട്.
എല്ലാവരും അല്ല, 1-2 പേരെങ്കിലും ചോദിക്കും. അതെപ്പോഴും ഉള്ളതാണ്, ഫോൺ വരും. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെയാണ് ഈ പ്ലാൻ വന്നത്? തനിയെ തോന്നിയതാണോ, മക്കൾ പറഞ്ഞിട്ടാണോ? ഇതിന് ചോദ്യത്തിന് മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഗ്രൂപ്പ് വഴി ഇട്ടപ്പോഴാണ്, ഇങ്ങനെ ഓരോരുത്തരുടെയും ഇങ്ങനെ ചമ്മന്തിയുടെ ആ ഒരു റെസിപ്പി ഇട്ടപ്പോഴാണ് ഓരോ വീട്ടിലും ഓരോ രീതിയാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ചിന്തിച്ചത് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാവരും ഇടുന്ന അതേപോലെ. ഈ കുക്കറി ചാനലിലൊക്കെ ഞാൻ ഓർക്കും, ഈ കോമ്പറ്റീഷനൊക്കെ എങ്ങനെയാണ് ഇതിന് ഇത്ര എരിവ് ഇത്ര എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ഓരോരുത്തർക്കും ഓരോ എരിവും, നമുക്കെല്ലാം ടേസ്റ്റ് ബഡ്സ് വ്യത്യാസമില്ലേ? നമുക്ക് ഓരോരുത്തരുടെയും വ്യത്യാസം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്ക് ഉപ്പ് തോന്നി, ഒരാൾക്ക് ആ വീട്ടിൽ തന്നെ ഉള്ള ഒരാൾക്ക് ആ കറിക്ക് ഉപ്പില്ലാന്ന് തോന്നുന്നത്. അപ്പം എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അത് 4 പേരിലേക്കൊന്ന് എത്തിക്കണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അല്ല ഞാൻ നല്ലതായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. അത് പ്രത്യേകം ഓർക്കുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഞാൻ അതിൽ വരുന്ന അപകടങ്ങളും എല്ലാം പറയാറുമുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയാണ് എനിക്ക് വന്ന ചോദ്യങ്ങൾ. അതിന് തൃപ്തികരമായിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അങ്ങനെ വിചാരിക്കുന്നു ഞാൻ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.